ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് പ്രശസ്തമായ മൈസൂർ സൂവിലാണ്. ശ്രീ ചാമരാജേന്ദ്ര സോളജിക്കൽ ഗാർഡൻസ് എന്നാണ് ശരിക്കുള്ള പേര്. 1892 മൈസൂർ മഹാരാജാവായിരുന്ന ശ്രീ ചാമരാജേന്ദ്ര വോഡയാർ ബഹദൂറാണ് ഇത് സ്ഥാപിച്ചത്. അന്ന് തുടക്കത്തിലൊരു 10 ഏക്കറോളം ഉണ്ടായിരുന്ന സൂ ഇന്ന് വ്യാപിച്ച് ഏകദേശം 150 ഏക്കറിലധികം ഉണ്ട്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം രാവിലെ 8:30 to 5:30 വരെയാണ്. ചൊവ്വാഴ്ച സൂ ക്ലോസ്ഡ് ആണ്. എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ കടന്നു വരുന്നത് ആദ്യമായി ബേഡ്സിൻ്റെ ഏരിയയിലേക്കാണ്. ക്യാമറ കണ്ടപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു മയിൽ പീര് വിടർത്തി നൃത്തമാടി. പിന്നെ നമ്മൾ കാണുന്നത് കുറേ കുഞ്ഞ് പക്ഷികളുടെ ലോകമാണ്. ഈ ഫിഞ്ചസ് പോലെ നമ്മളെ പെറ്റ് ഷോപ്പിലൊക്കെയുള്ള അങ്ങനത്തെ കുറേ ബേഡ്സ് ഇവിടെ കാണാം. ഏകദേശം ഒരു 50-ലേറെ സ്പീഷീസ് ബേഡ്സ് ഇവിടെ ഉണ്ടെന്നാണ് കണക്ക്. ഈ നീളത്തിലുള്ള ഈ ഭംഗിയുള്ള വാലുള്ള പക്ഷി ഒരിനം കോഴി വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ്. ചൈനയിലെ ടിബറ്റ്, മ്യാൻമാർ എന്നിവിടങ്ങളിലൊക്കെയാണ് കണ്ടുവരുന്നത്. ഇനി കാണാൻ പോകുന്നത് വൈറ്റ് പീക്കോക്ക്, അതായത് വെള്ള മയിലുകളെയാണ്. ഒരു അണ്ണാനും വെള്ള മയിലും കൂടി ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച അവിടെ നിന്ന് കണ്ടു. ഇനി ഇവിടെയുള്ളത് സാറസ് ക്രൈൻ, അതായത് ഒരിനം കൊക്കാണ്. നല്ല നീളമുള്ള കാലുകളുള്ള ഏകദേശം ഒരു 5 അടിയിലധികം ഉയരം വരുന്ന കൊക്കുകളാണിത്. ഈ കാണുന്നത് ഏകദേശം ഒരു ചായ മടിച്ച പോലുള്ള ഒരു മയിലിനെ പോലുള്ള ഒരു പക്ഷിയാണ്. ഇത് ഒരിനം താറാവാണ്, റെഡ്ഡി ഷെൽഡക്ക്. ഇത് മറ്റൊരു കോഴിയുടെ വർഗത്തിൽപ്പെട്ട പക്ഷി, കാളിച്ച് പെസൻറ്റ്. ഇത് ഹിമാലയൻ താഴ്വരകളിൽ, പ്രത്യേകിച്ച് ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെ കണ്ടുവരുന്ന പക്ഷിയാണ്. ഇത് യെല്ലോ ഗോൾഡൻ പെസൻറ്റ്. ചൈന ആണ് ഈ പക്ഷിയുടെ സ്വദേശം. ഇത് മറ്റൊരു വെറൈറ്റിയിൽപ്പെട്ട വലിയ കൊക്ക്. ഇത് ഒരിനം പരുന്താണ്. ഇത് മറ്റൊരിനം കോഴി വർഗത്തിൽപ്പെട്ട പക്ഷി, ഗോൾഡൻ പെസൻറ്റ്. ഈ കാണുന്നതാണ് സിൽവർ പെസൻറ്റ്. ഇനി നമ്മൾ പോകുന്നത് മൃഗങ്ങളെ ഏരിയയിലേക്കാണ്. ഇവിടെ പുലിയെ കാണാനുള്ള തിരക്കാണെന്ന് തോന്നുന്നു. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഈ പുലികളെ സാധാരണ ഒരു ഷൈ ആനിമൽസ് എന്നാണ് പറയുക. അതായത് അവ അധികം പുറത്തേക്കൊന്നും വരാറില്ല. പകൽ സമയത്ത് ഒളിച്ചിരിക്കുന്ന ഇവ രാത്രി കാലങ്ങളിലാണ് മിക്കവാറും ഇര തേടുക.
അങ്ങനെ പുലിയെയും കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ എത്തിയത് കടുവയുടെ മുന്നിലേക്കാണ്. റോയൽ ബംഗാൾ ടൈഗർ, ഇന്ത്യയുടെ ദേശീയ മൃഗം, ആ തലയെടുപ്പോട് കൂടി ഇങ്ങനെ നടന്നു വരുന്നു. പത്തിലധികം കടുവകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക്. ഈ പുലി, കടുവ, സിംഹം ഇവയൊക്കെ കാണാൻ വരുന്നവരെ രാവിലെയോ വൈകുന്നേരമോ സൂ വിസിറ്റ് ചെയ്യുന്നതാണ് നല്ലതാണെന്ന് പറയുന്നത്. കാരണം ഉച്ച സമയത്ത് ഇവയൊക്കെ റെസ്റ്റായിരിക്കും. പിന്നെ ഞങ്ങൾ എത്തിയത് സിംഹങ്ങളുടെ ഏരിയയിലേക്കാണ്. റിംഗ് ടെയിൽഡ് ലെമൂർ എന്ന കുരങ്ങ് വർഗത്തിൽപ്പെട്ട ജീവിയാണ് നിങ്ങൾ കാണുന്നത്. ഇത് കുരങ്ങുകളുടെ ഏരിയ ആണ്. ഇവിടെ ഒരു ചിമ്പാൻസി ഇങ്ങനെ പുല്ലൊക്കെ ഓരോന്നായി ഇങ്ങനെ പറിച്ചെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റൊരിനത്തിൽപ്പെട്ട കുരങ്ങാണ്. ഒരു വലിയ ഗൊറില്ല പാറപ്പുറത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കണ്ടാമൃഗത്തിൻ്റെ ഏരിയയിലേക്ക് എത്തി. അവിടെയുള്ള മരത്തിൻ്റെ വലിയ കൊമ്പിൽ ശരീരം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആള്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ കണ്ടാമൃഗത്തിൻ്റെ കൂട്ടുകാരിയും വന്നെത്തി. സൂവിലെ കെയർടേക്കർ ഫുഡ് കൊണ്ടുവന്നപ്പോൾ 2 കണ്ടാമൃഗങ്ങൾ കൂടി മൂപ്പരടുത്തേക്ക് ഓടിപ്പോയി ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ചു. ഇതാണ് ചീറ്റപ്പുലി, കരയിലെ ഏറ്റവും വേഗതയേറിയ മൃഗം. ഗ്ലാസിൻ്റെ തൊട്ടരികിൽ കൂടി അത് ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് കടന്നുപോയി. ഇതാണ് സീബ്രകൾക്ക് കളിക്കാനുള്ള സ്ഥലം. ഒരു 3-4 കരടിക്കുട്ടന്മാർ ചേർന്ന് ഇവിടെ ഭയങ്കര കളിയിലാണ്. ഒരു കൂട്ടം കാട്ടുപട്ടികളെയും വൈൽഡ് ഡോഗ്സ്, അതിനെയും ഞങ്ങൾക്കിവിടെ കാണാനായി. ഇവിടെയാണ് മൈസൂർ സൂവിലെ മാനുകൾക്ക് ഉള്ള സ്ഥലം.
ഈ കാണുന്നതാണ് മാനുകളിലെ ഒരു വിഭാഗമായ സാമ്പാർ ഡിയർ. ഇവനാണ് ഹൈന, അതായത് നമ്മുടെ കഴുതപ്പുലി. അങ്ങനെ നമ്മൾ കാട്ടുപോത്തുകൾ നിൽക്കുന്ന ഇടത്തേക്ക് എത്തി. ഇവൻ്റെ ഈ വലുപ്പവും നോട്ടവും ഒക്കെ കണ്ട ശരിക്കും പേടിച്ചു പോകും. ഇതാണ് നമ്മുടെ ഏഷ്യൻ എലിഫൻറ്റ്. ആഫ്രിക്കൻ എലിഫൻ്റൊക്കെ എവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. മൈസൂർ സൂവിലെ കാഴ്ചകൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും ഒട്ടനവധി കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. കുറേ മൃഗങ്ങളൊക്കെ ഇനിയുണ്ട്. ഓരോ കാഴ്ചയിലും വിസ്മയങ്ങൾ തീർക്കുന്ന മൈസൂരിലെ ഈ സൂ എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ.